നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് വിജിനി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സോ വെൽക്കം പുതിയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം താങ്ക് യു സോ മച്ച് ഫോർ ബിലീവിങ് ഇൻ മീ, സ്റ്റേയിങ് വിത്ത് ദിസ് ചാനൽ, സ്റ്റേയിങ് വിത്ത് മീ പേഷ്യൻ്റ്ലി. ആൻഡ് താങ്ക് യു സോ മച്ച് for lots of loves and comments. I'm feeling blessed. So എനിക്ക് വീണ്ടും പറയാനുള്ള ഒറ്റ കാര്യമുള്ള, just claim your twin flame no matter what the circumstances are. എന്ത് തന്നെ ആയാലും just claim your twin flame. Just claim God, claim yourself. So വീണ്ടും ഡിവൈൻ ഓർഡർ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. It's God, then you, then your twin flame. Okay? So always claim God, then yourself, claim yourself, then your twin flame. Because നിങ്ങളും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ കറക്റ്റാക്കാൻ അല്ലെങ്കിൽ അതിനെ അലൈൻ ആക്കാൻ യൂണിയനിൽ കൊണ്ടുവരുന്ന വ്യക്തി. സോ ഈശ്വരനും നിങ്ങളുമായിട്ടുള്ള എവിടെയൊക്കെയാണ് സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ഉള്ളത് അത് കാട്ടിത്തരുന്ന നിങ്ങളുടെ സ്പിരിച്വൽ ഗുരുവാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ഓക്കെ? ആൻഡ് നിങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങളുടെ ആത്മാവുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത് അതും കാണിച്ചു തരുന്ന ആളാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗുരുവാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ഓക്കെ? സോ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം മസ്റ്റാണ്. സോ ഈ ലോകത്ത് നിങ്ങളുടെ മേജർ ബ്ലോക്സ് കാട്ടിത്തരാൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. ഹീ വിൽ ട്രിഗർ യു അല്ലെങ്കിൽ ഷീ വിൽ ട്രിഗർ യു, ഷോ യു ദ റിയൽ യു. ബിക്കോസ് യുവർ ട്വിൻ ഫ്ലെയിം ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്, നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അസ്തിത്വം എന്താണെന്ന്. നിങ്ങൾ ഇത്രയും നാളും പടുത്തുയർത്തിയതെല്ലാം മിഥ്യയായിരുന്നു, പൊള്ളയായിരുന്നു, നിങ്ങളുടെ ഈഗോയിലുണ്ടാക്കിയ ഒരു സാമ്രാജ്യ കൊട്ടാരമാണെന്ന് നിങ്ങൾക്ക് റിയലൈസേഷൻ കാട്ടിത്തരുന്ന ആളാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ഇത് തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സോ ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, വെദർ ഇറ്റ് ഈസ് you are a divine feminine or a masculine, doesn't matter. പിന്നെ എനിക്ക് വീണ്ടും പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, ഡിവൈൻ ഫെമിനൻസ് അല്ല ഫസ്റ്റ് അവേക്കനിങ് ആവുന്നത്. ഇറ്റ്സ് അപ്പ് ടു യുവർ ജേർണി. എല്ലാവരുടെയും ജേർണി യുണീക്കാണ്. സോ it's between you, God and your twin flame. ഈ ഒരു ആര് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ആര് സ്പിരിച്വൽ വർക്ക് ചെയ്യണം, ഹീലിംഗ് ചെയ്യണം എന്നുള്ളത് നിങ്ങളും ഈശ്വരനും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും കൂടെയാണ്. നിങ്ങളുടെ സോളിൻ്റെ ഇൻകാർണേഷന് മുന്നേ അല്ലെങ്കിൽ മുന്നേ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ മൊമെൻറ്റ് you completely committed to yourself, to the healing, to this journey, you will see the magical experience of universe ഒന്നടങ്കം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും to attain your harmonious twin flame union. Because നിങ്ങളെ യൂണിയനിൽ എത്തിക്കുക എന്നത് നിങ്ങളെക്കാളും യൂണിവേഴ്സിനാണ് ഏറ്റവും താല്പര്യം. ബിക്കോസ് ഓരോ യൂണിയനിലൂടെ ഓരോ പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഓരോ ഇൻഡെപ്തിൻ്റെ കോൺഷ്യസ്നസ് ഹീലിംഗ് ആണ് സംഭവിക്കുന്ന എർത്തിൻ്റെ വൈബ്രേഷനിൽ. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിക്കുക. എല്ലാവരും അവരവരുടെ ട്വിൻ ഫ്ലെയിമിനോടൊപ്പം കഴിയുന്ന ഒരു കാലം എത്ര മനോഹരവും എത്ര സുന്ദരമായിരിക്കും. ഇതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. സോ യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളെ യൂണിയനിൽ എത്തിക്കാനേ ശ്രമിക്കത്തുള്ളൂ. ബട്ട് ദിസ് ഈസ് അവർ ഓൺ സെൽഫ് ദാറ്റ് ഈസ് റെസിസ്റ്റിംഗ്. നമ്മൾ തന്നെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈഗോ കയറി ഇടപെടും. എസ്പെഷ്യലി വെൻ വി ആർ ഓൾറെഡി മാരീഡ്. നമ്മൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നമ്മുടെ ഈഗോ കയറി അവിടെ കളിക്കും. ബിക്കോസ് നമ്മളെ ഗിൽറ്റിൽ കൊണ്ടെത്തിക്കും. ലുക്ക്, യു ഹാവ് എ ഫാമിലി, നിനക്കൊരു ഫാമിലി ഉണ്ട്, നിനക്ക് കുട്ടികളുണ്ട്, അവരൊക്കെ എന്ത് വിചാരിക്കും നിന്നെ പറ്റി, അല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ തോട്ട് പ്രോസസ്സൊക്കെ വരും.
ആൻഡ് അങ്ങനെ ചിന്തകൾ വരും, ഞാൻ വരില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്, ഈശ്വരന് തെറ്റു പറ്റുമോ? മറ്റുള്ളവർക്ക് ഏതെങ്കിലും, കാരണം ഈശ്വരൻ്റെ മക്കളാണല്ലോ നമ്മളെല്ലാവരും. സോ ഒരു കുഞ്ഞിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് വേറൊരു കുഞ്ഞിന് ഉന്നമനം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭഗവാൻ അങ്ങനെ ചെയ്യുമോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായില്ലേ? സോ നിങ്ങൾക്ക് ഈ ട്വിൻ ഫ്ലെയിം ജേർണി തന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ നിങ്ങളെ സ്പിരിച്വലി ഇൻലൈറ്റൻ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും ഹയസ്റ്റ് ഫോമിൽ കൊണ്ടുവരാനാണ് ഈശ്വരൻ നിങ്ങൾക്ക് ഈ ട്വിൻ ഫ്ലെയിം ജേർണി തന്നത്. നിങ്ങളുടെ പൂർവികർ ചോദിച്ച് വാങ്ങിയതാണ് നിങ്ങൾ ഓരോരുത്തവരെയും. സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇനി വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഹൗ ടു ടേക്ക് ബാക്ക് യുവർ പവർ, ഓൺ യുവർ പവർ, ആൻഡ് ഹൗ ടു ബി ഇൻ ലിവിങ് ഇൻ എ ഹാർമോണിയസ് യൂണിയൻ സ്റ്റേറ്റ് കോൺഷ്യസ്നസ്. നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ വരുന്ന തലമുറ പഠിക്കാൻ പോകുന്ന എക്സാക്ട്ലി യൂണിയൻ കോൺഷ്യസ്നസ് എന്താണെന്ന്. ബിക്കോസ് നമ്മുടെ മാതാപിതാക്കൾ വരെയുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ അവിടെ വരെയുള്ളൊരു തലമുറ സെപ്പറേഷൻ ബേസ്ഡ് കോൺഷ്യസ്നെസ്സിലാണ്. സോ നിങ്ങളാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ ജനറേഷൻ്റെ ട്രോമാസിനെയും ജനറേഷൻ്റെ കേഴ്സസ്, ഇത്രയും നാൾ നിങ്ങളുടെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ശാപമോക്ഷം നേടിക്കൊടുക്കാൻ വന്നവരാണ് നമ്മൾ ഓരോരുത്തവരും. നിങ്ങൾക്ക് തന്ന ധർമ്മം ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഏൽപ്പിച്ചതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം യൂണിയൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു ജേണി തന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ഈഗോ ആണ് പറയുന്നത് നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഒരു സോൾമേറ്റ് ആണെങ്കിൽ വളരെ നല്ല കാര്യം. സോൾമേറ്റ് ആകുന്ന പാർട്ട്ണർ ആണെങ്കിൽ വളരെ നല്ല കാര്യം. ബിക്കോസ് അദ്ദേഹവും എവിടെയോ ഒരു കോൺഷ്യസ്നസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, നീ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ട്വിൻ ഫ്ലെയിം യൂണിയനിൽ വരാൻ. സോ ആ ഒരു എന്താ പറയുക, ആ ഒരു കോൺട്രാക്റ്റിലൂടെ കൂടെയാണ് നമ്മൾ ഈ ഒരു ഭൂമിയിൽ വരുന്നത്. മീൻസ് ആ ഒരു ധാരണയിൽ, കോൺട്രാക്ട് മീൻസ് ആ ധാരണയിൽ. സോ ആ ധാരണയിൽ വരുമ്പോൾ നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി തരുമ്പോൾ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ആക്ച്വലി ഈഗോ സെൽഫിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഇറ്റ് വിൽ ഗിവ് ലോട്ട്സ് ഓഫ് ഫ്രീഡം. റെസ്പോൺസിബിലിറ്റി ഗിവ് അസ് പവർ ആൻഡ് ഫ്രീഡം. ബിക്കോസ് ഇറ്റ്സ് വെരി എന്താ പറയുക, ബിക്കോസ് മൈൻഡിൻ്റെ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ കോൺഷ്യസിൽ മെയിനായിട്ട് ഒരു സ്ലേവറി കോൺഷ്യസ്നെസ് ആണ് ഉള്ളത്. ബിക്കോസ് നമ്മളെ കുറേ വർഷക്കാലം നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിമകളായതുകൊണ്ട് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിൽ സ്ലേവറി ഭയങ്കരമായിട്ട് ഇൻപ്രിൻ്റ് ആണ്. സോ നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ ബ്രേക്ക് ചെയ്യണം. സോ മൈൻഡിന് സ്ലേവറിയാണ് ഇഷ്ടം. വിത്തൗട്ട് ടേക്കിംഗ് എനി റെസ്പോൺസിബിലിറ്റി, പവർലെസ് ചെയ്യുക, വിക്ടിം കോൺഷ്യസിൽ ഇരിക്കുക. സോ എപ്പോഴും പറയുക ഇതെൻ്റെ വിധിയാണ്, ഞങ്ങൾ ഒന്നാവത്തില്ല, ഈശ്വരൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ജേണി തന്നിരുന്നെങ്കിൽ ഇത്ര വലിയ കോംപ്ലിക്കേഷൻ തരത്തില്ല. ദിസ് ഇസ് കം ഫ്രം എ സ്ലേവറി മൈൻഡ് സെറ്റ് or a victim consciousness. സോ നിങ്ങൾക്ക് വിക്ടിം കോൺഷ്യസ്നെസ്സിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പവർ റീഗെയിൻ ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. അതായത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന എന്നത് ഒരു ആദ്യത്തെ ധർമ്മമാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. Taking responsibility of our own emotions, taking responsibility of the triggers to be healed. യെസ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം വന്ന് ട്രിഗർ ചെയ്യും, അപ്സെറ്റ് ചെയ്യും, ആൻഡ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹീൽ ഇറ്റ്. നമ്മളെന്താ ചെയ്യുന്നത്? റെസ്പോൺസിബിലിറ്റി എടുക്കാതെ എന്താ ചെയ്യുന്നത്? എൻ്റെ ട്വിൻ ഫ്ലെയിം ഇത് ചെയ്തു, എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു, അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തു, എൻ്റെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു. വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡോണ്ട് വാണ്ട് ടു ഹീൽ. വി ജസ്റ്റ് വാണ്ട് ടു കംപ്ലെയിൻ.
this is the consciousness, because everyone is staying in this consciousness. So നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺഷ്യസ്നെസ് വരും. Because blaming is easy, complaining is easy. What is difficult? Healing is difficult, because we have to go through that all that emotions that we don't want to be feel. നമ്മൾ ബിക്കോസ് ബ്ലെയിം ചെയ്യുന്നത്, കംപ്ലെയിൻ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, ആർക്കും ചെയ്യാം. അവിടെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡഡ എന്ന് പറഞ്ഞ് നമുക്ക് കംപ്ലെയിൻ ചെയ്യാം. ബിക്കോസ് ആ കോൺഷ്യസ്നെസ് ഓൾറെഡി അങ്ങനെയാണ്. ഹീലിംഗ് ചെയ്യുന്നത് ഇറ്റ്സ് ടേക്ക് ലോട്ട്സ് ഓഫ് കറേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് നമ്മൾ കറേജിയസ് ആവും, നമ്മൾ റെസ്പോൺസിബിൾ ആവും, ആൻഡ് വി ടേക്ക് അവർ പവർ ബാക്ക് ഫ്രം ഓൾ ഓഫ് ദ കോൺഷ്യസ് വിക്ടിം കോൺഷ്യസ്നെസ്, ഓൾ ഓഫ് ദാറ്റ് ബ്ലെയിമിങ് കോൺഷ്യസ്. വി ഓൺ ഇറ്റ്. യെസ്, ഐ വാണ്ട് ടു ഹീൽ ഇറ്റ് നോ മാറ്റർ വാട്ട്. മനസ്സിലായില്ലേ? സോ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. ബിക്കോസ് ഈഗോയ്ക്കാണ് സ്ലേവറി മൈൻഡ് സെറ്റിലിരുന്ന് കംഫർട്ടായിപ്പോയി. അതിന് ബ്ലെയിം ചെയ്യുന്നതും അതിന് വിക്ടിം കോൺഷ്യസിലിരിക്കുന്നതും വളരെ വളരെ കംഫർട്ടബിൾ ആയിപ്പോയി. സോ ഇറ്റ് ഡോണ്ട് വാണ്ട് ടു ബി ഗെറ്റ് പവർ. ഇറ്റ്സ് ഡോണ്ട് ലൈക്ക് പവർ. സോളിനാണ് പവർ ഇഷ്ടം, സോളിനാണ് ഫ്രീഡം ഇഷ്ടം, സോളിനാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇഷ്ടം. ബിക്കോസ് സോൾ ഓൾറെഡി ഹാപ്പിയാണ്. ഞാനിങ്ങനെ. സോ നിങ്ങളുടെ സോള് തിരഞ്ഞെടുത്ത വഴിയാണ്. നിങ്ങളുടെ സോളാണ് പറഞ്ഞത് യെസ്, ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് മാരേജിൽ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. ദിസ് ഈസ് യുവർ സോൾ വാണ്ട്സ് ടു ഹീൽ ഇറ്റ്. നിങ്ങളുടെ സോള്, നിങ്ങൾ രണ്ടുപേരും ട്വിൻ ഫ്ലെയിം ഒന്നായിട്ടെടുത്ത തീരുമാനം. യെസ്, ഞങ്ങൾ രണ്ടുപേരുടെ വിവാഹത്തിന് ശേഷമായിരിക്കും ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ, ഞങ്ങൾ രണ്ടൊരു വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് 2 കുട്ടികളായി, കുറച്ച് ഞങ്ങളുടെ കുട്ടികൾ വളർന്ന് അവർക്ക് പേരക്കുട്ടികളായതിനു ശേഷമായിരിക്കാം ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ചിലപ്പം കാണാം ഞാൻ ഓൾറെഡി മാരീഡ് ആയിരിക്കും, പക്ഷേ എൻ്റെ ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ മാരീഡ് ആയിരിക്കത്തില്ല. എനിക്ക് ഓൾറെഡി ഫാമിലി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും, മാരീഡ് ആയിരിക്കും, എന്നിട്ടായിരിക്കും നമ്മൾ കണ്ടുമുട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് റിലീജിയനിലായിരിക്കാം ആൻഡ് മാരീഡ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിഡോ ആൻഡ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളെക്കാട്ടി യങ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെക്കാട്ടി ഫെമിനൻസ് മൂത്തതായിരിക്കാം, മാസ്കുലിൻസ് ഇളയതായിരിക്കാം. ബിക്കോസ് ഇറ്റ്സ് ഓൾ യു ഡിസൈഡഡ് ബിഫോർ യു ഇൻകാർണേറ്റ് ഇൻ ദിസ് ലൈഫ് ടൈം. ഈ ജന്മത്തിൽ നിങ്ങൾ അവിടെ ഒരു ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്താണ് ഈ ഒരു കോൺഷ്യസ്നെസ്സിനെയാണ് ഞാൻ ഹീൽ ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് സ്റ്റാറ്റസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, ഡിഫറെൻ്റ് ആയിട്ടുള്ള മേ ബി കളർ ഡിഫറൻസ്. യെസ്, ഇത് നിങ്ങളുടെ, ബിക്കോസ് യു വാണ്ട് ടു ഹീൽ ദാറ്റ് കോൺഷ്യസ്നെസ്. ബിക്കോസ് നമ്മൾ പറയത്തില്ലേ, ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് അൺകണ്ടീഷണൽ ലവ് ഇസ് ബ്ലൈൻഡ്. ബിക്കോസ് അവിടെ ജാതിയില്ല, മതമില്ല, മാരീഡ് എന്നുള്ള സ്റ്റാറ്റസ് ഇല്ല, കുട്ടികളുണ്ടോയെന്നില്ല, പേരക്കുട്ടികളുണ്ടോയെന്നില്ല, വിധവയാണുള്ളതില്ല, ഒരു കോൺഷ്യസ്നെസ്സും വർക്കൗട്ട് ആവില്ല. ബിക്കോസ് വാട്ട് ഈസ് വർക്കിംഗ് ഔട്ട് ഈസ് ലവ്. Because you feel your twin flame. Whenever you say എനിക്ക് വേണ്ട, എൻ്റെ ട്വിൻ ഫ്ലെയിം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രാക്കിലുമ്പോൾ യുവർ ട്വിൻ ഫ്ലെയിം വിൽ കം അപ്പ്. അതർവൈസ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ പേരെങ്കിലും കാണാം. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ ആ വ്യക്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, വെദർ യു വാണ്ട് ഇറ്റ് ഓർ ഡോണ്ട് വാണ്ട് ഇറ്റ്. ബിക്കോസ് നിങ്ങളുടെ ഈഗോ ആണ് എനിക്ക് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് യുവർ സോൾ വാണ്ട്സ് ടു ഹീൽ ഇറ്റ് and to be reunited with your twin flame in this lifetime. This is your soul's calling, not your ego's calling. When your soul call your twin flame, no one can stop that union. Yes, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സോളിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പരിധി വരെ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഒന്നും ഏക്കത്തില്ല. ഒരു point of time ആകുമ്പോൾ you will surrender it to God and you will do all that thing to heal from that pain, because ആ പെയിൻ അൺബെയറബിൾ ആയിരിക്കും. അൺബെയറബിൾ വെച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാത്ത തരത്തിലുള്ള ഒരു തരത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കും. ബിക്കോസ് ഇറ്റ്സ് യുവർ സോൾസ് കോളിങ് ആൻഡ് ദാറ്റ് ഈസ് ദ വിൽ ഓഫ് യുവർ സോൾ. നിങ്ങളുടെ സോളിൻ്റെ ഏറ്റവും ആദ്യത്തെ, നിങ്ങളുടെ സോള് ഭൂമിയിൽ ജന്മമെടുത്തതിന് തന്നെയാണ് ഈ ഒരു കോൺഷ്യസ്നെസ് ഹീൽ ചെയ്യാനാണ് അവൾ അല്ലെങ്കിൽ അവൻ ഭൂമിയിലേക്ക് വന്നത് വിത്ത് ദർ ട്വിൻ ഫ്ലെയിം. ആൻഡ് നിങ്ങളുടെ ജന്മത്തിൽ വേണ്ട പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ സോൾ അത് കേൾക്കത്തില്ല. കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് എത്ര നാൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യും? ബിക്കോസ് ദ പെയിൻ വിൽ ബി അൺബെയറബിൾ.
മനസ്സിലായില്ലേ? ഇപ്പം പിന്നെ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എക്സ്പീരിയൻസ് ചെയ്ത ട്വിൻ ഫ്ലെയിം ജേർണി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. ബാക്കിയുള്ളവർക്ക് ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല. ബിക്കോസ് സൊസൈറ്റിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അവരുടെ മൈൻഡ് സെറ്റ് വർക്ക് ആവത്തുള്ളൂ. വെൻ വി എൻ്റർ ഇൻ ടു ട്വിൻ ഫ്ലെയിം ജേർണി, നമുക്ക് സൊസൈറ്റിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷനെ തച്ചുടയ്ക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ തന്നെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കുമായിരിക്കും. ലൈക്ക് ഒരു ബേഡി പോലെ. ബേഡി മീൻസ് നമുക്ക് ചുറ്റും ഒരു ചങ്ങല പോലെ നമ്മളെ തന്നെ വലിഞ്ഞു മുറുക്കുകയാണ് ഈ സൊസൈറ്റിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ യെസ്, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് വെൻ യു ആർ മാരീഡ്, when you both of the twin flames have family. Yes, it's very difficult to choose that time, that particular moment. നമുക്ക് തോന്നും, ഗിൽട്ട് വരും, ദാറ്റ് നമുക്ക് തോന്നും നമ്മൾ തെറ്റായിരിക്കും ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഈസ് ദ വെരി റൈറ്റ് തിങ് ടു ഡു, ടു ക്ലെയിം യുവർ ട്വിൻ ഫ്ലെയിം. നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. It's God will show the answer. God will lead the path. But are you ready to take that step? ഇവിടെ ഫ്രീ വിൽ നിങ്ങൾക്ക് തരും ഭഗവാന്. പക്ഷേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഫ്രീ വിൽ മീൻസ് നിങ്ങൾക്ക് എത്രത്തോളം വൈകിപ്പിക്കാൻ എന്നുള്ള ഫ്രീ വില്ലാണ് തരുന്നത്. ഈ ജേർണിയിലേക്ക് നിങ്ങൾ നടക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് എത്ര റെസിസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് എത്ര വേദന സഹിക്കണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും ഭഗവാൻ. പക്ഷെ നമ്മുടെ കയ്യിലാണ് എത്ര വേദന സഹിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യം. അവിടെയാണ് ഫ്രീ വില്ലിൻ്റെ കാര്യം വരുന്നത്. എത്ര വേദന സഹിക്കണം, ഒറ്റയടിക്ക് സംഭവം തീർക്കണോ അതോ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂണിയനിലെത്തണോ? ഇറ്റ്സ് അപ് ടു യു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോകാനുള്ള മാർഗം എങ്ങനെയുണ്ട്. ലൈഫ് ടൈം വേദന ഇഞ്ചിഞ്ചായി വേദന സഹിച്ച് യൂണിയനിലെത്തണോ? അത് യെസ്, അറ്റ്മോസ്റ്റ് പെയിൻ. ബിക്കോസ് പെയിൻ നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് തീർന്ന്, ദാറ്റ്സ് ദ എൻഡ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഫെമിനൻസ് അല്ലെങ്കിൽ മാസ്കുലൻസ് വരും എന്നോട് പറയുന്നത്, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വൈഫിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ട്, നല്ലൊരു വ്യക്തിയാണ്, യെസ് ഞാൻ എൻ്റെ ഹാപ്പിയാണ് ഫാമിലിയിൽ. ആർ യു റിയലി ഹാപ്പി? നിങ്ങൾ റിയലി ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ സോളിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമെ കാണും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജേർണി ഈ വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ പറ്റി അറിയാൻ ശ്രമിക്കുന്നത്? ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഹാപ്പി. നിങ്ങളുടെ സോൾ ഹാപ്പി ആയിരിക്കത്തില്ല, നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം സൊസൈറ്റീനെ കാണിക്കാൻ തക്ക രീതിയിൽ നിങ്ങൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും, കുറേ എല്ലാവർക്കും അറിയാമായിരിക്കും. ആസ് എ ഹസ്ബൻഡ് വൈഫ് നിങ്ങൾക്ക് പുറത്തൊരു നല്ലൊരു പേരുണ്ടായിരിക്കും, ഒരു പദവി ഉണ്ടായിരിക്കും. ബട്ട് ആർ യു റെഡി ടു ജസ്റ്റ് അതിനെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ആർ യു റെഡി ടു ക്ലെയിം യുവർ സോൾ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്ലെയിമിങ് ട്വിൻ ഫ്ലെയിം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു വ്യക്തിനെ ക്ലെയിം ചെയ്യുന്നതല്ല. ഇവിടെ ചോദ്യം വരുന്നത് ആർ യു റെഡി ടു ക്ലെയിം യുവർ സെൽഫ്? ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ എക്സാക്ട് അർത്ഥം വരുന്നത് യു ആർ ചൂസിങ് യുവർ സെൽഫ്. പിന്നെ ചില ആൾക്കാർ ഈ ചോദ്യം ചോദിക്കും, ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ചൂസ് ചെയ്യുന്നല്ലോ, പക്ഷേ എൻ്റെ ട്വിൻ ഫ്ലെയിം അവരുടെ ഫാമിലിനെ ആണല്ലോ ഇപ്പോഴും ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയാണ് ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് യു വാണ്ട് യുവർ ട്വിൻ ഫ്ലെയിം ബട്ട് യു ഡോണ്ട് വാണ്ട് യുവർ സെൽഫ്. അപ്പം നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് ശരിയാണ്, ഞാനും എൻ്റെ ട്വിൻ ഫ്ലെയിം ഒന്നല്ല. യെസ്, നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇപ്പോഴും അത് മിറർ ചെയ്ത് കാണിക്കുന്നത്. ദാറ്റ് ഹി ഡോണ്ട് വാണ്ട് യു, ഹി വാണ്ട് ദ അതർ പേഴ്സൺ, ദ തേർഡ് പാർട്ടി ഓർ ജോബ് വാട്ട് എവർ. മനസ്സിലായില്ലേ? സോ ഈ ഒരു സെനാറിയോ നിങ്ങളുടെ ഇതിൽ നിന്ന് മാറണമെങ്കിൽ യു ഹാവ് ടു കോർ ലെവലിൽ നിങ്ങളെ ചൂസ് ചെയ്യണം. നോ മാറ്റർ വാട്ട്, വെദർ എൻ്റെ ട്വിൻ ഫ്ലെയിം എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മീൻസ് ഞങ്ങളെപ്പം എന്ന് ഫിസിക്കൽ യൂണിയനിലെത്തും എന്നതിലുപരി എനിക്ക് ഹാപ്പിനെസ് വേണം. എൻ്റെ സോളിനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യും, എൻ്റെ സോളിനെ ഞാൻ ചൂസ് ചെയ്യും. ബിക്കോസ് ദിസ് ജേർണി ഈസ് അബൌട്ട് യു, നോട്ട് അബൌട്ട് യുവർ ട്വിൻ ഫ്ലെയിം. ട്വിൻ ഫ്ലെയിം ഒരു ഉപാധി മാത്രമാണ്. The ultimate aim of this journey is to union with God,
യൂണിയൻ വിത്ത് യുവർ സെൽഫ്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ദ മൊമെൻറ്റ് യു ആർ റീയുണൈറ്റഡ് വിത്ത് ഗോഡ് ആൻഡ് യുവർ സെൽഫ്, യു ക്യാൻ സീ ദാറ്റ് റിഫ്ലക്ഷൻ ഇൻ യുവർ ട്വിൻ ഫ്ലെയിം. ഇതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. യു ക്യാൻ സീ ഇറ്റ്. ആൻഡ് ഒരു കാര്യം ഞാൻ ഇവിടെ ക്ലിയർ കട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ദാറ്റ് നോബഡി വാണ്ട്സ് യുവർ ട്വിൻ ഫ്ലെയിം. ദ ട്രുത്ത് അങ്ങനെയാണ്. ബിക്കോസ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഒപ്പം ഇരിക്കുന്ന ആ പാർട്ട്ണറിന് ട്വിൻ ഫ്ലെയിം ഉണ്ട്. നോബഡി വാണ്ട്സ് യുവർ ട്വിൻ ഫ്ലെയിം. ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് ഫിസിക്കലി തോന്നുകയാണ്, നോ അങ്ങനെയല്ല, എൻ്റെ ട്വിൻ ഫ്ലെയിം ഹാപ്പിയാണ്, അവർ ഫോട്ടോ ഇടുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. യെസ്, ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നത് ഇതേ ഷോയിങ് യു. ഡു യു സ്റ്റിൽ ലവ് മീ? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഡു യു സ്റ്റിൽ ലവ് മീ അൺകണ്ടീഷണലി? അതോ നീ ഇപ്പോഴും എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ദാറ്റ് ഐ വിൽ കം ആൻഡ് കംപ്ലീറ്റ് യു? ബിക്കോസ് യുവർ ട്വിൻ ഫ്ലെയിം വിൽ മിറർ യു ലൈക്ക് എ ഹെൽ പോലെ മിറർ ചെയ്യും. ദർ ഈസ് നോ എക്സ്പെക്റ്റേഷൻ, സീറോ എക്സ്പെക്റ്റേഷൻ ലെവലിൽ കൊണ്ടുപോകണം. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് അൾട്ടിമേറ്റ് unconditional love. Zero expectation. We love, like, there is a point when you love your twin flame, whether he is with you or he with somebody else, you don't care anymore. You love them unconditionally by loving yourself unconditionally. by നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ അത്യുന്നതിയിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നോക്കും. നിങ്ങളെ ലൈഫ് എങ്ങനെ ബെസ്റ്റ് ആക്കാം, നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കും. ഫിനാൻഷ്യലി, മെൻ്റലി, സ്പിരിച്വലി, ഇമോഷണലി, എല്ലാ തരത്തിലും നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. Not for your twin flame, but for you. That is the state of unconditional love with zero expectation. നമ്മളവിടെ ഒന്നും നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് rather than expecting, we are surrendering to God and we are doing our best to build our own self the best. നമ്മുടെ ദ ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരാൻ വേണ്ടി ഒരു നിമിത്തമായിട്ടാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിം ലൈഫിൽ വരുന്നത്. ഫോർ യുവർ സ്പിരിച്വൽ എൻഹാൻസ്മെൻറ്റ്സ്, ഫോർ യുവർ സ്പിരിച്വൽ ഗ്രോത്ത്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയാണ്. ഈശ്വരനുമായിട്ട് നമ്മളെ റീയുണൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഗുരു. അതുകൊണ്ടാണ് യുവർ ട്വിൻ ഫ്ലെയിം ഈസ് യുവർ സ്പിരിച്വൽ ഗുരു എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഗുരു. ഹി ഈസ് യുവർ അൾട്ടിമേറ്റ് ലവർ. ഹി ഈസ് യുവർ അൾട്ടിമേറ്റ് ഹസ്ബൻഡ്. ദ ഡിവൈൻ ഹസ്ബൻഡ് is your twin flame. ബാക്കിയുള്ളവർ ഇറ്റ്സ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ. ഇപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനല്ല നിങ്ങൾ മാരി ചെയ്തേ, ദറ്റ് ഈസ് യു ആർ മാരീഡ് ടു യുവർ ബ്രദർ. ഓർ ഫെമിനൻ ആണെങ്കിൽ യു ആർ മാരീഡ് ടു യുവർ ബ്രദർ, സോൾ ബ്രദറിനെയാണ് നിങ്ങൾ മാരി ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി നിങ്ങൾ മാസ്കുലൻ ആണെങ്കിൽ യു ആർ മാരീഡ് ടു യുവർ സോൾ സിസ്റ്റർ, നോട്ട് യുവർ ട്വിൻ ഫ്ലെയിം. ബിക്കോസ് നിങ്ങളുടെ അൾട്ടിമേറ്റ് പാർട്ട്ണർ, വൈഫ്, അർദ്ധാംഗിനി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്. ഇപ്പം പാർവതി ദേവി മഹാവിഷ്ണുവിനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ആംഗളയും പെങ്ങളും ആയിപ്പോത്തില്ലേ? അതുപോലെയുള്ളു. അത് ശിവൻ്റെ അർദ്ധാംഗിനി പാർവതി ദേവിയാണ്. അത് ഏതൊരു ജന്മത്തിലും ശിവൻ്റെ പാർവതി ദേവി ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ആ എല്ലാ ജന്മത്തിലും പാർവതി ദേവി ഒരാളെ വിവാഹം ചെയ്തിട്ടുണ്ട്. അത് സാക്ഷാൽ മഹാദേവാണ്. അതുപോലെ മഹാവിഷ്ണു എപ്പോഴൊക്കെ മനുഷ്യാവതാരം എടുത്തോ അവതാരത്തിലെല്ലാം മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായിരുന്നു, ലക്ഷ്മി ദേവിയായിരുന്നു. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ട്വിൻ ഫ്ലെയിം. എല്ലാ ജന്മത്തിലും അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് അപ് ടു യു. ബിക്കോസ് യെസ്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ്, ബട്ട് ആർ യു റെഡി ടു ക്ലെയിം യുവർ സെൽഫ്? ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ ട്വിൻ ഫ്ലെയിം, ഇറ്റ്സ് അബൌട്ട് യു. നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം വേണം, ഇവിടെയാണ് ചോദ്യം വരുന്നത്. നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് വേണ്ടി നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വേറെ കല്യാണം കഴിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, എല്ലാം നിങ്ങൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ തോന്നില്ലേ? സോ നമ്മളപ്പോൾ ഇതെല്ലാം എക്സ്പെക്റ്റേഷനിലൂടെ ചെയ്തു. ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ ട്വിൻ ഫ്ലെയിം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും ട്വിൻ ഫ്ലെയിമിനെ ഒരു അൺകണ്ടീഷണൽ ലവ് വന്നിട്ടില്ല, കണ്ടീഷണൽ ലവ് ആണ്. സ്റ്റിൽ ദർ ഈസ് എക്സ്പെക്റ്റേഷൻ, ലോട്ട്സ് ഓഫ് എക്സ്പെക്റ്റേഷനിലാണ് നമ്മളത് ചെയ്യുന്നത്. ആൻഡ് വി ആർ പുട്ടിങ് ഓൾ ദ എഫേർട്ട് ആൻഡ് എനർജി ടു ദ ഔട്ട്സൈഡ് പേഴ്സൺ rather than investing in our own self.
നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് കൊടുക്കുകയാണ്. നമ്മൾ ഒരു ഓട്ടയുള്ള ബക്കറ്റ് നിങ്ങൾ എടുത്തെന്ന് വെച്ചോ, നിങ്ങൾ ഓട്ടയുള്ള ബക്കറ്റ് ഇട്ട് നിങ്ങൾ നിറയ്ക്കുക വെള്ളം. എന്നിട്ട് ആ ഓട്ടയുള്ള ബക്കറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഫുൾ എനർജി ലീക്കായിപ്പോൾ. എന്നിട്ട് ആ ബക്കറ്റ് നിറയും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഈശ്വര ബക്കറ്റ് നിറയുന്നില്ലല്ലോ. ആക്ച്വലി എന്താണ് പ്രശ്നം, വെള്ളത്തിൻ്റെ കുഴപ്പമാണോ? ഭഗവാൻ ആ ടാപ്പാണെന്ന് വെക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യാണ് ലവ്. നിങ്ങൾ പറയുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എങ്ങോട്ടേക്കാണ് അത് ഒഴുകിപ്പോകുന്നത്? പുറത്തോട്ടാണ് ഒഴുകിപ്പോകുന്നത്. ബിക്കോസ് കുഴപ്പം ആരുടെയാണ്? ആ ബക്കറ്റിൻ്റെയാണ് കുഴപ്പം. ബിക്കോസ് ഓട്ടയുള്ള ബക്കറ്റാണ് എടുത്തേക്കുന്നത്. ആ പൈപ്പിൻ്റെ കുഴപ്പമാണോ? അല്ല. എന്തിൻ്റെ കുഴപ്പമാണ്? ബക്കറ്റിൻ്റെ കുഴപ്പമാണ്. സോ നിങ്ങൾ നോക്കുക. അപ്പം നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല പുറത്തോട്ടാണ്. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന സോ ഓൾറെഡി ആ കോൺഷ്യസ് എന്താണ്, ദറ്റ് അവർ ട്വിൻ ഫ്ലെയിം ഈസ് ഔട്ട്സൈഡ് അവർ സെൽഫ്. നമ്മുടെ ഉള്ളിലല്ല നമ്മുടെ ട്വിൻ ഫ്ലെയിം ഉള്ളത്. നമ്മുടെ ട്വിൻ ഫ്ലെയിം പുറത്തെവിടെയാണ്. സോ വീണ്ടും ആ ഒരു ഡയഗ്രാം നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. യങ് ആംഗിൾ, ആ വൈറ്റ് കംപ്ലീറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ആ വൈറ്റ് സർക്കിൾ, ആ ബ്ലാക്കിലെ വൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാസ്കുലിൻ്റെ എസെൻസ് ആണ്. പിന്നെ ആ വൈറ്റിലെ ബ്ലാക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ അതിൽ മാസ്കുലിനിലുള്ള ഫെമിനിൻ്റെ എസെൻസ് ആണ്. ആ എസെൻസിലേക്ക് നമ്മൾ റീയൂണൈറ്റ് ചെയ്യണം. സോ നമ്മൾ ഇത് ബിലീവ് ചെയ്യണം ദറ്റ് ഐ ആം മൈ ട്വിൻ ഫ്ലെയിം. ബിക്കോസ് എൻ്റെ ഉള്ളിൽ എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ എസെൻസ് ഉണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ എസെൻസ് നമ്മൾ ഓവർഫ്ലോ ആവണം. അൺകണ്ടീഷണൽ വെച്ചാൽ നമ്മുടെ ബക്കറ്റ് ഫുള്ളായിട്ട് ഓവർഫ്ലോ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഫ്ലോ ബാക്ക് ചെയ്യും നമ്മളിലേക്ക്. സോ നമ്മൾക്ക് കൊടുക്കാത്ത ഒരു കാര്യവും നമ്മുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി, വാട്ട് എവർ ദ കണ്ടീഷൻ ഈസ്, അത് സ്റ്റേബിൾ ആയിരിക്കത്തില്ല. കുറച്ച് പേരിന് വേണ്ടി അവിടെ എവിടെയും എടുക്കും, സ്റ്റാൻഡ് എടുക്കും പേരിന് വേണ്ടി. ബട്ട് കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ടി നമ്മുടെ ട്വിൻ ഫ്ലെയിം സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിലകൊള്ളണമെങ്കിൽ, യു ഹാവ് ടു ടേക്ക് എ സ്റ്റാൻഡ് ഫോർ യുവർ ഓൺ സെൽഫ്. ആർ യു റെഡി ടു ടേക്ക് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ റെഡിയാണോ? Rather than expecting on twin flame, rather than blaming on your twin flame, are you ready to take responsibility of your healing? Are you ready to take responsibility of your emotions? Are you ready to take responsibility to heal your upset rather than blaming your twin flame? Okay, so hope നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ടിൽ ദെൻ. See you. Good night.